കുട്ടികൾക്ക് എപ്പോഴും ഒരു സുരക്ഷിത അന്തരീക്ഷം ഒരുക്കിക്കൊടുത്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളും സ്വൈര്യ ജീവിതവും എല്ലാം ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലോകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും എപ്പോഴും അലേർട്ടായിട്ടിരിക്കാൻ, ജാഗ്രത ഉള്ളവരായിട്ടിരിക്കാൻ ഓരോ ദിവസവും അവരുടെ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒന്നിനെയും ഭയക്കേണ്ടുന്നതില്ല. പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ചില വെല്ലുവിളികളെക്കുറിച്ചും കുട്ടികൾക്ക് നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ചെറിയ രീതിയിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് സെൽഫ് ഡിഫെൻസും അവബോധങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഏതൊരാഗ്രഹവും നേടിയെടുക്കണമെന്നും സ്വപ്നങ്ങൾ കാണണമെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാലോ ഒന്നും വിഷമിക്കരുത്. അവർക്ക് ചെറുതിലേ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ഏതിലാണോ, മലയാള ഭാഷയിലാണോ, ഇംഗ്ലീഷ് ഭാഷയിലാണോ, അതോ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും കലകളിലാണോ ഇഷ്ടമെങ്കിൽ ആ അഭിരുചിക്കും പ്രാധാന്യം കൊടുത്ത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരെ വളർത്തിയെടുക്കുക. കുട്ടികൾക്ക് ഒരു കൊമ്പനാനയുടെ കഥയെന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു കൊമ്പനാന കാട്ടിൽ ഇങ്ങനെ കഥയാണ്, അതിൻ്റെ തീറ്റ ഇലകളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു ആ കാട്ടിലെ ഏറ്റവും മിടുക്കനായ ഈ ആന. ഒരു ഈച്ച ഈ ആനയെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശല്യം ചെയ്യാനായി വന്നു. ആനയുടെ ചെവിയില്, ആനയുടെ മൂക്കില്, ആനയുടെ കണ്ണില് ഒക്കെ ഇങ്ങനെ മൂളി ശല്യം ചെയ്തും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആന ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ആന ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും ആനയുടേതായ ലോകത്ത്, പക്ഷെ ഈച്ചയെ ശ്രദ്ധിക്കുന്നുമുണ്ട്. സന്തോഷത്തോടു കൂടി തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഈച്ചയ്ക്കൊടുക്കം ദേഷ്യം വന്നിട്ട് ആനയോട് ചോദിച്ചു, ഞാൻ ഇത്ര നേരം ചെവിയിൽ കയറുകയും മൂക്കിൽ കയറുകയും കണ്ണിൽ കയറുകയും ഒക്കെ ശല്യം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആന എന്താണ് ഇങ്ങനെ നടന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കഥയായിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഈച്ച ഓരോ ജീവിക്കും അതിൻ്റെതായ വിലയുണ്ട്. പക്ഷെ അത് കൽപ്പിച്ചുകൊണ്ട് തന്നെ ആന പറഞ്ഞു, എനിക്ക് ഒരു ഈച്ചയ്ക്കും എന്നെ വഴിമുടക്കാനാവില്ല. ഞാൻ മുന്നോട്ട് പോയി ആഹാരം കഴിച്ച് എൻ്റെ ജീവിതം ആസ്വദിച്ച് തിരിച്ചെൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ആനയുടെ ഉദ്ദേശം. അതിന് ഈച്ച വന്ന അതൊരു ശല്യമായിട്ട് കണ്ടാൽ ഇത് ആസ്വദിച്ച് കഴിക്കാനാകില്ല. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ പരിഹാസങ്ങൾ, പല പ്രശ്നങ്ങളും ഓരോ ഘട്ടത്തിലും നമ്മൾ മനുഷ്യരാണ് നേരിടേണ്ടി വരും. നമ്മുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നു, മുൻപോട്ട് ജീവിക്കാൻ ബാധിക്കുന്നതിന് തടസ്സം വരുന്നു എന്ന ഘട്ടത്തിൽ മാത്രം മാക്സിമം അത് ശ്രദ്ധിക്കാതെ പോവുക. അല്ലാതെ അതിന് വില കൊടുത്ത് നമ്മൾ മുൻപോട്ട് പോകുന്ന വഴിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാനൊക്കില്ല എന്ന് കുട്ടികൾക്ക് കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുക. ഒരു നദി ഒഴുകുമ്പോൾ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് ചിലപ്പം പാറക്കെട്ടുകൾ അല്ലെങ്കിൽ കല്ലുകൾ അല്ലെങ്കിൽ തടസ്സമായിട്ട് ചില മരത്തടികളൊക്കെ ഉണ്ടെങ്കിൽ ആ നദി അവിടെ നിൽക്കുന്നില്ല. ആ നദി ഒഴുകിക്കൊണ്ട് ചിലപ്പോൾ കടലിലായിരിക്കാം ചെന്ന് ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു അബ്ദുൽ കലാമിൻ്റെ കഥയും മഹാനായ അബ്ദുൽ കലാമിനെ കുറിച്ചും ഒക്കെ സ്വപ്നങ്ങൾ കാണാനും ഒരിക്കലും എവിടെയും നമ്മൾ പതറാതെ മുൻപോട്ട് തന്നെ പോകണം. ഒരു ശക്തിക്കും നമ്മളെ തകർക്കാനൊക്കരുത്. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ പ്രകൃതിയും മാതാപിതാക്കളും അധ്യാപകരും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും, പലരും പിന്തിരിപ്പിക്കാനുണ്ടാവും. എങ്കിൽ അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ, പക്ഷെ അത് ശ്രദ്ധിക്കുകയും വേണം, മുൻപോട്ട് തന്നെ പോവുക. മറ്റൊരു ഉദാഹരണവും കൂടെ കുട്ടികൾക്കായിട്ട് പറഞ്ഞുതരാം. ഒരു കുട്ടിക്ക് പഠിക്കാൻ വളരെയധികം ആഗ്രഹമുള്ളൊരു കുട്ടി ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്, ഒരു കേട്ടറിവാണ്. ആ കാലഘട്ടത്തിൽ പഠിക്കാൻ പോയൊരു കുട്ടി ഭയങ്കര വിശ്വാസിയായ ഒരു ഗുരുവായിരുന്നു. വിദ്യാരേഖ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിയെ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കുട്ടിയെ തിരിച്ചയച്ചു. കുട്ടിക്ക് വിദ്യാരേഖ എന്താണെന്ന് അറിയത്തില്ല. ഗുരുവിനോട് വിദ്യാരേഖ എന്താണെന്ന് ചോദിച്ചപ്പോൾ
ഗുരു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിദ്യാരേഖ ചൂണ്ടിക്കാണിച്ചു. ഇതുള്ളൊരു കുട്ടിയെ മാത്രമേ പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഒട്ടും വിഷമിക്കാതെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് മൂർച്ചയേറിയ ഒരു കത്തി ഉപയോഗിച്ച് ഗുരുവിൻ്റേതുപോലെ കയ്യിലുള്ള വിദ്യാരേഖ ഉണ്ടാക്കി ചോര ഒലിപ്പിച്ചു. ആ വേദനയിൽ കുട്ടി കരഞ്ഞില്ല. ആ മുറിവ് ഉണങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വിദ്യാരേഖയുമായിട്ട് ഗുരുവിൻ്റെ മുമ്പിലെത്തി. ഇനിയും എനിക്ക് വിദ്യ തന്നൂടെ എന്ന് ഗുരുവിനോട് ചോദിച്ചു. ഗുരുവിൻ്റെ കണ്ണ് നിറഞ്ഞു. വിദ്യാരേഖ സൃഷ്ടിക്കുന്നതല്ല, ഇതൊക്കെ കയ്യിലുണ്ടാകേണ്ടതാണ്. ഇതില്ലെങ്കിൽ പോലും വിദ്യാരേഖ ഉണ്ടായാലും കുട്ടികൾ പഠിക്കണമെന്നില്ല. പഠിക്കാനുള്ള അതിതീവ്രമായ ആ കുട്ടിയുടെ ആഗ്രഹം, അതാണ് എന്തിലും മികച്ചത്. ആ ദൃഢനിശ്ചയം, പഠിക്കണമെന്നുള്ള ആ ദൃഢനിശ്ചയം, ആ കൈ മുറിച്ചത് അതൊരു കഥയാണ്. പഠിക്കാനുള്ള ആഗ്രഹത്തെ കണ്ടിട്ട് ഗുരു വിദ്യ അഭ്യസിച്ചു കൊടുത്തു. ഇദ്ദേഹമാണ് കയ്യിൽ വിദ്യാരേഖ വരിഞ്ഞ ആ കുട്ടിയാണ് പിൽക്കാലത്ത് ശാസ്ത്രീയമായി എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥമായ പാണിനീയത്തിന്റെ ഗ്രന്ഥകർത്താവായ പാണിനി. മനുഷ്യന്റെ ദൃഢനിശ്ചയത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ സാരാംശ കഥകൾ ഓരോ ദിവസവും അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഒന്നിലും പതറാതെ ഏറ്റവും സമർത്ഥന്മാരായ കുട്ടികളാക്കി മാറ്റാൻ നമുക്ക് കഴിയും.